കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷങ്ങൾ? ഞാനും സാമും കൂടെ രാവിലെ ഒരു യാത്രയിലാണ്. നമ്മുടെ കുവൈറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യണമെന്ന്, ഒരു ഏകദേശം ഒരു 100-110 കിലോമീറ്റർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും സാൽമി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടിയുടെയൊക്കെ പാർട്സ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലോട്ടാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ യാത്ര. അപ്പോൾ കുവൈറ്റിൻ്റെ മണലാരണ്യത്തിൽ കൂടെ ഒരു യാത്രയാണ്. ഞാനത് കാണിക്കാം നിങ്ങളെ. മണലാരണ്യം ഇത് കണ്ടോളൂ നിങ്ങൾ. കുവൈറ്റിൽ സാധാരണ നമ്മൾ സിറ്റി വ്യൂ ഒക്കെ കാണുമ്പോൾ മണൽ കാണത്തില്ല. ഇത് പക്ഷേ നമ്മുടെ രണ്ട് സൈഡും മൊത്തം മണലാണ്. കണ്ടോ, ഇതാണ് കറക്റ്റ് മരുഭൂമി എന്ന് തന്നെ പറയാം. നമ്മുടെ കുവൈറ്റിൽ നിന്നും കുറേ ദൂരം ഇങ്ങോട്ട് വന്ന് ഒരു 10-60 കിലോമീറ്ററൊക്കെ ഇപ്പം ഞങ്ങളെത്തി. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും ഫുള്ള് മണലാണ്. നമ്മളിപ്പോൾ പോകുന്ന യാത്രയിലാണ്. നമ്മുടെ ഫ്രണ്ടിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. അങ്ങ് ദൂരെ ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സൽമിയിലെ വിശേഷങ്ങളാണ്, അവിടെ ചെല്ലുന്ന വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണ്. ഇത്രയും ദൂരെ നമ്മളൊന്ന് വന്നിട്ടും ബ്രിഡ്ജിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഇത് കണ്ടോ, എന്നാ രസമാണ്, എന്നാ അടിപൊളിയായിട്ടാണ് നമ്മൾ ബ്രിഡ്ജ്. എത്ര ബ്രിഡ്ജാണ് അതിലേക്ക് പോകുന്നത് നോക്കി. ഇത് തിരക്കുള്ള ഒരു സിറ്റിയോ ഒന്നുമല്ല, എന്നാലും ഇവിടെ അവരുടെ റോഡ് കണക്ഷൻ ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ പരിമിതികളുണ്ടെങ്കിലും ഞാൻ ആലോചിക്കുക, ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടും ഇങ്ങനെ സിറ്റി പോലെ അല്ലാത്തൊരു സ്ഥലത്തും അവർ റോഡ് കണക്ടിവിറ്റി ചെയ്യുന്നത് ഹൈ സ്റ്റൈൽ, വളരെ നല്ല ടെക്നോളജി യൂസ് ചെയ്താണ്. ഇവിടെ മണൽ കയറി കിടക്കുന്നുണ്ട റോഡിൽ. ഇതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോ വണ്ടികൾ പോകാത്ത റോഡായതുകൊണ്ടാണ് ഇങ്ങനെ മണലൊക്കെ കയറി കിടക്കുന്നത്. ഫുള്ള് മണലാണ്. വലിയ റോഡിൽ നിന്ന് ചെറിയ റോഡ് കയറി, വലിയ റോഡിൽ നിന്ന് ചെറിയ റോഡ് കയറി. ഈ മണലിനകത്തെല്ലാം ഇങ്ങനെ ടെൻ്റ് അടിച്ചും മറ്റേ ഇത് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറ്റിച്ചാടി വരുന്നുണ്ട്, കാണുന്നില്ല. അപ്പോൾ ഈ ദൂരെല്ലാം നമ്മുടെ ഈ മണലിനകത്ത് കുറേ ഈ ഇത് വെച്ചിട്ടുണ്ട്, കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. കണ്ടെയ്നറിനകത്തൊക്കെ ആളുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതങ്ങ് കിടക്കുക കേട്ടോ, ഈ മണൽ അങ്ങോട്ട് ഈ കടൽ കിടക്കുന്ന പോലെ അങ്ങ്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ ബോർഡറാണിത്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ സൗദി അറേബ്യക്ക്. 40 കിലോമീറ്റർ കാണിച്ചായിരുന്നു സൗദി അറേബ്യ. അപ്പോൾ ആ ഒരു ബോർഡറിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. ഗൈസ്, നമ്മൾ എത്രയായി? 14 കിലോമീറ്റർ ഉള്ളൂ ഇനി നമ്മുടെ സൽമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. 10 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു വ്യൂ തന്നെയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇത് കുഞ്ഞുങ്ങളെ ഇത് കുഞ്ഞുങ്ങളെ രണ്ട് സൈഡും മണൽ കയറി കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പറഞ്ഞാൽ എപ്പോഴും കാറ്റുള്ള പ്രദേശമാണ്. സോ അതുകൊണ്ട് തന്നെ ആ കാറ്റടിക്കുന്നതിനനുസരിച്ച് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത കാറ്റ് കയറി ഇങ്ങനെ മണൽ കയറി റോഡിലോട്ട് കയറും. നമ്മുടെ വെളിനാട്ടിലൊക്കെ ചെല്ലുമ്പം ഐസ് കെട്ട റോഡിൽ കിടക്കുന്ന പോലെ ഇവിടെ മണലാട്ടോ. റോഡിൻ്റെ പാതിയും മണൽ കയറി കിടക്കുക. ഈ ഒന്നോ രണ്ടോ ട്രാക്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ തന്നെ ഈ മണലിനടുത്തോട്ട് വണ്ടി ഇറക്കി കേട്ടോ. കൊള്ളാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കിടന്ന് കറങ്ങാൻ പറ്റത്തില്ല, പിടി വീഴും. സോ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. എൻ്റെ വണ്ടി ഒന്ന് മണലിനകത്തോട്ട് ഇറക്കി നോക്കിയത്. കൊള്ളാം, അതിമനോഹരം. ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വണ്ടി ഒന്ന് ഇറങ്ങി ഞാൻ കാണിക്കാം കേട്ടോ. വ്യൂ
നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കണ്ട നമ്മളൊരു പക്ക മണലുള്ള സ്ഥലം മാത്രമാണ് കേട്ടോ. നടുക്ക് റോഡ് മാത്രമേ ഉള്ളൂ. കണ്ടോ റോഡ് വ്യൂ ആണ്. വണ്ടിയുടെ എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇതുണ്ട് രണ്ട് സൈഡിലും നല്ല കുറ്റിച്ചെടികളൊക്കെ റോഡിൻ്റെ സൈഡിൽ വച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്കുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നമുക്ക് വേണേൽ വിശ്രമിക്കാം. ഈ കൊടും ചൂടത്ത് 10 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി ഇവിടെ നിൽക്കാം. എല്ലാം കൊണ്ടും അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ. ഈ വഴി നമ്മൾ പോയാലാണ് ജോർദാൻ. എവിടെ? ജോർദാൻ. ഈ വഴി പോയാലോ? ജോർദാനോ? ഇതുണ്ട് കുറച്ച് ദൂരമുള്ള അപ്പം ജോർദാനിലോട്ട്. അവിടുന്ന് ഇസ്രായേലിൽ പോകും. ഇന്നത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടെ 49 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ കൊടും ചൂടിലാണ് നമ്മുടെ യാത്ര. അപ്പം നമ്മുടെ സിറ്റിയെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറേ കൂടെ ചൂടായിരിക്കും ഈ ഏരിയയിലോട്ട്. കാരണം ഇവിടെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടിൻ്റെ കാഠിന്യം കൂടും. എനിവേ രസമുണ്ട്. നല്ലൊരു ഡ്രൈവാണ്. കാരണം അവിടെ എല്ലാം വീടുകളോ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ കാണാമോ? സ്വാമി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? സ്വാമി നേരത്തെ ആദ്യമായിട്ടാ? ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഈ നിങ്ങളുടെ സാധാരണ ഉള്ള വ്ളോഗിലും ഈ വ്ളോഗിലും എന്താ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊത്തിരി വ്ളോഗൊന്നും ചെയ്തിട്ട് എന്നാലും ഉള്ള വ്ളോഗിൽ നിന്നുള്ള വ്യത്യാസത്തിൽ പറയാം. ഈ വ്ളോഗും പ്രീവിയസ് വ്ളോഗും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം പറയുന്നവർക്ക് സമ്മാനം ചെറിഞ്ചേൻ്റെ കൊടുക്കാം. ഗൈസ് എന്നെ പറ്റി ചോദിച്ചാൽ നമ്മുടെ ഫോണ് ഒരു പണി കിട്ടി. മെമ്മറി ഇല്ലാതായിപ്പോയി. നമ്മൾ സ്ഥിരം വ്ളോഗ് എടുക്കുന്ന ഫോണിലല്ല ഇന്ന് എടുക്കുന്നത്. നമ്മുടെ സാമിൻ്റെ ഫോൺ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കൂടും, ചിലപ്പോൾ ക്വാളിറ്റി കുറയും. നമുക്കറിയില്ല, എഡിറ്റ് ചെയ്തപ്പോഴേ അറിയത്തുള്ളൂ. എനിവേ ഈ വീഡിയോ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, ഞങ്ങളുടെ മരുഭൂമിയിലെ ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുക. എൻ്റെ ഒരു കൊച്ചു ചാനലാണ്. താല്പര്യമുള്ളവർ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഒന്ന് കാണണം. ഓക്കെ, വലിയ വലിയ ടീംസിൻ്റെ ചാനലുകളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ബ്ലോഗ് ഇടയ്ക്കൊന്ന് കണ്ടുപോകുക. ഞങ്ങളിവിടെ അടുത്തെന്ന് തോന്നുന്നു കേട്ടോ. സൽമി, സൗദി അറേബ്യ. സൗദി അറേബ്യ ആണ് ഇത്. ആ കാണുന്നതാണെന്നാണ് തോന്നുന്നത്. ആ ഏരിയയിലൊക്കെ കുറച്ച് കാണുന്നുണ്ട്. ഞങ്ങളിത് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ ഹൈവേന്ന് നമ്മുടെ സൽമി എന്ന സ്ഥലത്തോട്ട് ഇറങ്ങുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്നിട്ട് പറയാം. ലൊക്കേഷൻ എന്തിനാ? ഇതിലുണ്ടോ? കാണിച്ചു. സൽമി സ്ക്രാപ്പ് യാർഡ് എന്നാണ് തന്നെ പറയുന്നത് കേട്ടോ. സൽമി സ്ക്രാപ്പ് യാർഡ്. കണ്ടത് ഇപ്പോൾ ഈ മണലിൻ്റെ നടുവിലാണ് അത് വെച്ചേക്കുന്നത്. അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇവിടെ തൊട്ട് തുടങ്ങി നമ്മുടെ സ്ക്രാപ്പ് യാർഡ്. ഇവിടെ നമുക്ക് കുടിക്കാൻ വെള്ളവും തന്നെയൊക്കെ കിട്ടുമെന്ന്. നമുക്ക് കുവൈറ്റിൽ ഓടുന്ന മിക്കവാറും എല്ലാ വണ്ടികളുടെയും പാർട്സുകൾ വേണമെങ്കിൽ നമുക്കിവിടെ വരാം. സ്ക്രാപ്പ് വണ്ടിയാണ്. അപ്പം കൊണ്ട് കളയുന്ന വണ്ടികളുടെ നല്ല സാധനങ്ങൾ അതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഏതൊരു വണ്ടിയുടെയും എന്തെങ്കിലും സാധനം നമ്മുടെ സിറ്റിയിലുള്ള ഷോപ്പുകളിൽ കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് അറിയാവുന്നവരെ കൊണ്ട് വരണം കേട്ടോ. അറിയാവുന്നവരെ കൊണ്ട് വന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. വില പേശിയൊക്കെ എടുക്കണം. പിന്നെ നല്ല സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ വണ്ടിയുടെ എൻജിനോ ഗിയറോ
അങ്ങനെ ഏത് സാധനം A to Z. അപ്പോൾ എല്ലാ കമ്പനികളുടെയും ഇങ്ങനെ വണ്ടികൾ അകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ പോവുക, തപ്പിയെടുക്കുക, ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. കണ്ടോ, ഫോർഡിൻ്റെ വണ്ടി ഇരിക്കുന്നു, മറ്റേ ഹുണ്ടായുടെ വണ്ടി ഉണ്ടായിരുന്നു, ടയോട്ട, ബെൻസ്, എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. ഔഡി ഫുൾ സെറ്റ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് ഇനി ഞങ്ങൾ അകത്തോട്ട് നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ഒരു ഫ്രണ്ടൂടെ വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓ, അത് നല്ല വണ്ടിയാണെന്നല്ലോ. കുറേ എക്സ്പെഡീഷൻകാരുണ്ട് കേട്ടോ. എക്സ്പെഡീഷൻ എടുത്തായിരുന്നെങ്കിൽ ഇവിടെ പുള്ളി ബാക്കിലുണ്ടാവും. ഞങ്ങൾ കുറച്ച് മുന്നോട്ടൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് കറങ്ങി നോക്കിയിട്ട് ഇനി അവിടെ എത്തുമ്പോൾ വിളിക്കും. ഇനി അകത്ത് കയറിയില്ല. ഓക്കെ, ഞങ്ങൾ റോഡ് കഴിഞ്ഞുള്ള കട്ടർ റോഡ് കയറി. എല്ലാം പാസ്വേഡ് പോലെ നന്ദി കിട്ടുവാണ് പറഞ്ഞത്. നമ്മുടെ വണ്ടി പാത്ത് ഫൈൻഡർ ആണ് കേട്ടോ. അപ്പോൾ പാത്ത് ഫൈൻഡറിൻ്റെ നിസാൻ പാത്ത് ഫൈൻഡറിൻ്റെ പാർട്സാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു സാധനം മേടിക്കണം, അത്രേ ഉള്ളൂ. നമ്മളപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകാൻ. എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. അടുക്കി വെച്ചേക്കും. ഉണ്ടോ നിസാൻ്റെ ബോർഡ് അതെ, അവിടെ മൊത്തം നിസാനാണ്. കണ്ടോ ഗൈസ്, വണ്ടിയുടെ അലോയ് വീലിൻ്റെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അത് മാത്രം അവിടെ ഗൈസ്, ഞങ്ങളുടെ സെയിം ഒരു വണ്ടി നോക്കി കിട്ടി കേട്ടോ. ഈ വണ്ടിയുടെ ഈ ഒരു ഫാനിൻ്റെ മോട്ടർ നമുക്ക് ഇതുണ്ടോ, ഫുള്ള് നിസാന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് സെറ്റാണ് വരുന്നത്. ഈ സെറ്റിൻ്റെ 2 ഫാൻ നമുക്ക് ഇവിടെ നമുക്ക് റെഡിയാക്കി കിട്ടി. അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഞങ്ങൾ ഇതൊരു സാധനം നിശാനെ. ഓക്കെ, പൊള്ളുന്ന ചൂടാകട്ടെ. പൊള്ളുന്ന ചൂടിൽ ഞങ്ങളൊരു കട കിട്ടി കേട്ടോ. നിസാൻ്റെ വണ്ടിയാണ് കൂടുതൽ ഇവിടെ. അപ്പോൾ ആ കടയിൽ ഞങ്ങൾ കയറി ചോദിച്ചു ഈ സാധനം. പക്ഷെ അവർ പറയുന്ന റേറ്റൊക്കെ ഭയങ്കര റേറ്റാണ്. അത് വില പേശി എടുക്കണം. നോക്കട്ടെ, അല്ല ആ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കാൻ ഞാൻ വിളിച്ചോണ്ടിരിക്കണം. ഗൈസ്, അത് വർക്ക് ചെയ്ത് നോക്കാൻ പോകും. കറങ്ങുന്നുണ്ട് കേട്ടോ. കെയർഫുൾ. Si guarda sai corri che prega sta avanti che questo. Careful brother. Tu hole mola you. पैसा बाचा है. इसका फिर भी गारंटी दे. നമുക്കത് ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് കിട്ടി കേട്ടോ. ഈ കടയിൽ നിന്ന് ഒരു 30 കടിക്ക് 2 ഫാനും മോട്ടറും കൂടെ കിട്ടി കേട്ടോ. അതിന് ഫാൻ മോട്ടർ മാത്രം മേടിക്കാനാണ് വന്നത്. അപ്പോൾ അത് സെറ്റോടെ നമ്മളെടുത്തു. നമുക്കത് യൂസ് ചെയ്ത് നോക്കണം. അത് നമ്മളെടുത്തത് വണ്ടിയെ വെച്ചു കേട്ടോ. വണ്ടിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സാധനം ഞാൻ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഞാൻ റെഡിയാക്കണം. ഗൈസ്, ഞങ്ങൾക്ക് അങ്ങനെ സാധനം കിട്ടി. അതായത് വന്ന കാര്യം സാധിച്ചു. ഇനി അത് കൊണ്ട് ഫിറ്റ് ചെയ്ത് നോക്കണം. എല്ലാം ഓക്കെയാണ്. നല്ല നമുക്ക് അതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഞങ്ങൾ പയ്യെ തിരിച്ച് പോവുകയാണ്. വഴിക്കത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാം. ആദ്യം ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കണം. നല്ല ഒന്നാന്തരം ചൂടാണ്. ഓക്കെ, ഫോണില്ല ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. തിരക്കില്ലാത്ത ദിവസം നോക്കി വന്നാണ്. അപ്പം തിരക്കുള്ള ദിവസമായിട്ട് മാറി. അപ്പം അദ്ദേഹം കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ പയ്യെ വിടുന്നു. നമ്മുടെ AC വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അതിന് ജസ്റ്റ് ഈ ചെറിയ ഫാൻ്റെ ഇഷ്യൂസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മാറ്റി നോക്കാമെന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ചൂടത്ത് നമുക്ക് AC കുറവാണ്.
അതുകൊണ്ടുള്ളൊരു പ്രശ്നം. നമുക്കിനി പോകുന്ന വഴിക്കുണ്ട് ഇവിടെ ചെറിയ കടകളുണ്ട്, അപ്പോൾ വല്ല വെള്ളം വല്ലതും മേടിച്ച് കുടിക്കാൻ പറ്റുമോ നോക്കണം. സമയം ആ കടയിലോട്ട് നിർത്തണേ. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇത്രയൊരു സ്ഥലം, കുറേ ഇടത്തുണ്ട് നാട്ടിൽ ഇങ്ങനത്തെ പഴയ സാധനങ്ങൾ കൊടുക്കുന്നത്. ഇവിടുത്തെ കച്ചവടമൊക്കെ കണ്ട പലതരം വണ്ടികളിലായിട്ടാണ്. എന്താ വേണ്ടേ? എൻ്റെ ഷോപ്പിനകത്ത് എല്ലാ സാധനം ഉണ്ട് കേട്ടോ. ഇവിടെ എന്താടാ? ഇതുണ്ടടാ. എടാ എന്താ നീ പറഞ്ഞേ? സാധനം ഇത് മേടിക്കാം. ഏത് സോഡയാണോ എടുത്തേ? തണുപ്പുണ്ട് സാധനം. ലെമണേഡ് ഇത് മതി. നിനക്ക് വേറെ എന്തെങ്കിലും വേണം? എടാ ഇതെന്തിക്കും? ലേസേ ലേസ് ചോക്ലേറ്റ് അല്ലടാ. എടാ ഞാൻ നോർമൽ വാട്ടർ ഹേ നോർമൽ വാട്ടർ ചെയ്തു. എടാ കഴിക്കാൻ എന്താ വേണ്ട? हाँ एक ही बस बड़ा वाला है नहीं है एक दे दो एक दो हाँ बस എടാ ഇത് വേണം മറ്റേ കഴിക്കാൻ വേണോ? വേണ്ടേ? നമ്മളങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ചു, ഇനിയും തിരിച്ചു പോവുകയാണ്. നമ്മളങ്ങനെ വന്ന കാര്യമൊക്കെ സാധിച്ച് മടങ്ങിപ്പോവുകയാണ്. നമുക്കൊരു അടിപൊളി വെള്ളം കിട്ടി കേട്ടോ, ലെമണേഡ് കൊള്ളാം. നല്ല സോഡ നാരങ്ങയാണ്, കുപ്പിക്കകത്തെ സോഡ നാരങ്ങ ഇഷ്ടപ്പെട്ടു. അത്തോസേട്ടൻ്റെ സോഡ നാരങ്ങ. യെസ് കൂട്ടുകാരെ, ഞങ്ങളിങ്ങനെ കുവൈറ്റ് സിറ്റി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് 100 കിലോമീറ്റർ മേലെ ഉണ്ട്. 109 കിലോമീറ്ററാണ് നമ്മൾ ഇന്ന് പോയ സ്ഥലത്തോട്ട്. ഒന്നും കാണാനില്ല, ഞാൻ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത്. നത്തിങ്, 2 സൈഡിലും മണലുകളും മാത്രം. ആ കുവൈറ്റ് സിറ്റിക്ക് 65 കിലോമീറ്റർ ഉണ്ട്. ഇനി കമ്പനി പോയിട്ട് തല കാണിച്ചു പോകാം. കമ്പനി പോയിട്ട് കുറേ കുതിരകളെ വളർത്തുന്ന സ്ഥലമുണ്ട്. എല്ലാ ആൾക്കാർ താമസമുണ്ട് കേട്ടോ അവിടെ എല്ലാം. ചൂടത്തൊക്കെ നിൽക്കുന്ന എന്തൊക്കെയോ പരിപാടികളുണ്ട് അതിനകത്ത്, ഈ മണലിനകത്ത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഈ മരുഭൂമി കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ട്രക്ക് പാർക്കിംഗ് ഏരിയ കേട്ടോ. ആ ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഏരിയയാ. രാത്രിയിലൊക്കെ ദൂരോട്ടം വരുന്ന നമുക്കിപ്പോൾ അകത്ത് പോയി പാർക്ക് ചെയ്യാനുള്ള സെറ്റിങ്സ് പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കിടക്കുക കേട്ടോ. സ്വാമി ഇങ്ങനെ ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിക്കുക കേട്ടോ. സിമെന്റ് ഫാക്ടറിയാണ് കേട്ടോ. എന്താ സിമെന്റ് ഉണ്ടാക്കുന്ന എന്തോ കമ്പനിയാണ്. പോവാം, ചെറുതാവശ്യം. ചുമ്മാ വീട്ടിൽ നിങ്ങൾ സിറ്റിയിൽ താമസിക്കുന്നവരാണെങ്കിലേ വെറുതെ ഇരിക്കുമ്പം ഈ ഒരു റൂട്ടൊക്കെ വരണം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഒരു ഡ്രൈവാണ്. ഒരു തണുപ്പ് സമയത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സുഖം ഉണ്ടായിരിക്കും യാത്ര. ചൂട് സമയത്ത് പിന്നെ എവിടെ ഇറങ്ങി നിൽക്കാനെടുക്കാൻ നോക്കാനും പറ്റത്തില്ല. ഇവിടെ പവർ സപ്ലൈ കാണുന്നുണ്ട് ദൂരെ. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കുറേ സ്ഥലം ഇങ്ങനെ കളമ കിടക്കുന്നുണ്ട്. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ റോഡില്ലെന്നേ പറയത്തുള്ളൂ. ആ നേരെ കാണുന്ന സ്ഥലം നമ്മുടേതിനെക്കാട്ടിലും
നമ്മളിപ്പം പോകുന്നതിനാണ് താണെടുക്കുന്നത്. ആ അതെ, കൊള്ളാം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. I like it. I like this place. വളഞ്ഞടക്കണം. ഇങ്ങനെ കിലോമീറ്ററുകൾ കണക്കെ ഹൈവേയുടെ ഓരോ സൗന്ദര്യമുണ്ട്. നേരെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ, ക്യാമറ ഞാൻ ഫോൺ ഓഫ് ചെയ്യുവാണ്. പവർ സ്റ്റേഷനാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു വേറെ രാജ്യത്തും സൗദിയിൽ നിന്നൊക്കെയുള്ള കണക്ഷനാണ് ഇങ്ങനെ വരുന്നത്. ആ ലെവല് ഫുള്ള് പവർ സ്റ്റേഷൻ്റെ ലൈൻ. അതുകൊണ്ടോ ഇങ്ങനെ അതുപോലെ ഇതിൻ്റെ ഇവിടെ അടുത്തായിട്ട് ഹോഴ്സ് റൈഡിങ് ഏരിയ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്തോ എനിക്കറിയില്ല. സാധാരണ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. എനിക്കൊന്ന് വേസ്റ്റ് കത്തിക്കുന്ന ഏരിയ ആണോ തോന്നുന്നത്. ഇത് കണ്ടിട്ട് എന്താ സമയത്ത് ഇവിടെ ഒരു മുത്തലാന്ന ഏരിയ ഉണ്ട്. ഇത് മുത്തലല്ല, മുത്തല ഇവിടെ അല്ല, ഏകദേശം ഇതുപോലെ മല പോലെ. ആ അത് മല പോലെ, പക്ഷെ ഇതെന്തോ മണ്ണ് വെച്ചിട്ട് സംതിങ് എന്തോ ഇതെന്തോ ഉണ്ടാക്കി വെച്ചേക്കോ. ഇനി കുറെ മണ്ണ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറത്ത് എന്തോ അറിയത്തില്ല, പോയി നോക്കിയാലും അറിയത്തില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു ബിൽഡിംഗ് ഉണ്ട്. 74 നിനക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ നിന്ന് ഇറങ്ങണ്ടേന്ന്? ബോർഡുണ്ടല്ലോ. ആണോ? ക്ഷീണിച്ചോ? ചൈന വണ്ടിയാണ്. ചൈനീസ് വണ്ടികളെല്ലാം കൊണ്ടുവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അൽഗാനിയത്തിന്റെ വെയർ ഹൗസ് ആണ്. അൽഗാനിയം വെയർ ഹൗസ്. അൽഗാനി ഇവിടുത്തെ വലിയൊരു കമ്പനിയാണ് കേട്ടോ. വണ്ടി കമ്പനിയും കുറേ ഏതാണ്ടൊക്കെ ഉണ്ട്. അവരുടെ വെയർ ഹൗസാണ്. നമ്മളങ്ങനെ വന്ന ഹൈവേ നിന്ന് ഇറങ്ങി 70-ാം നമ്പറിൽ നിന്ന് 7-ാം നമ്പറിലോട്ട് പ്രവേശിക്കുക. 6-ാം നമ്പറിലോട്ട് പ്രവേശിക്കുക. നമ്മളിപ്പോഴും ആ മൺകൂനയുടെ സൈഡിൽ കൂടെ പോകുന്നത്. അതിനകത്ത് എനിക്കൊന്ന് വേസ്റ്റ് ആകുന്നത് കേട്ടോ. കത്തിച്ചിട്ടേക്കുന്ന വേസ്റ്റ് ഡംപിങ് ഏരിയ തോന്നിയത്. നല്ല കുറ്റിക്കാടുകളുടെ നടുവിൽ കൂടി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഇനി. ഈ കുറ്റിക്കാട് നാട്ടിലാണെങ്കിൽ ഒന്ന് ഉള്ള ഇറങ്ങാൻ. അതെ, ഇവിടെ ഇറങ്ങിയാൽ അവരെ കൈയും കാലും എല്ലാം വെട്ടും. കേട്ടോ, കുവൈറ്റിൽ ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുന്നത് കുറേ വിരളമായിട്ടാണ്. ഇത് തെങ്ങ് നിൽക്കുന്ന പോലെ സാധനം നിൽക്കുന്നത് ഇവിടുത്തെ പനയാണ്. കാണാമോ ഗൈസ്? കൊള്ളാം സ്ഥലം. ഫാമാണ് അല്ലേ? വിന്റേഴ്സിലൊക്കെ കുവൈറ്റീസിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ പച്ചപ്പുള്ള ഒരു ഏരിയയിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇത്രയും നേരം നമ്മൾ മണലിൻ്റെ നടുവിലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ അടിക്കുന്നുണ്ട്. എ സിക്കകത്തുനിന്നാണെങ്കിലും ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതാ പച്ചപ്പ് ഇവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. അതാ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി പോവുകയാണ്. അത്രേ ഉള്ളൂ, അവിടെ വരെ ഉള്ളൂ. റോഡ് കറങ്ങി വരുന്നത് കണ്ടോ? കൊള്ളാം ഗൈസ്. നമ്മൾ സിറ്റിയോട്ട് കയറാറായി. അതുകൊണ്ട് വണ്ടിത്തിരക്ക് തുടങ്ങിയിട്ടുണ്ടല്ലേ ഗൈസ്. ഇത്രയും മരങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് നമ്മൾ നാട്ടിലെത്തിയത്.
നല്ല പച്ചപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച്. വണ്ടി മൊത്തം കാറുകളാണ്. ഇത്ര കാറുണ്ട് വണ്ടിക്കകത്ത്. സ്പീഡ് ക്യാമറയാണ് ഇവിടെ എല്ലാം. 120 സ്പീഡാണ് ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്ന ലിമിറ്റ്. കുവൈറ്റ് എല്ലായിടത്തും 120 ആണ് കേട്ടോ മാക്സിമം സ്പീഡ് ലിമിറ്റ്. മെയിൻ റോഡുകളിലെല്ലാം മിക്കവാറും 120 സ്പീഡുണ്ട്. പിന്നെ ക്യാമറ ഒക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ക്യാമറ ഉണ്ടെന്ന്. ഇതുണ്ടോ 120 കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരുന്ന ഹൈവേയിൽ നിന്ന് ഇപ്പം നമ്മൾ നേരെ 7th റിങ്ങിലോട്ട് കയറുകയാണ്. ഈ ഹൈവേ അങ്ങനെ നേരെ കുവൈറ്റ് സിറ്റിക്ക് പോകുന്നു. നമ്മൾ നേരെ 7th റിങ് എന്ന റോഡിലേക്ക് ഇറങ്ങി. സമയം ഫ്രണ്ടിൽ 2 റോഡുണ്ട്. ഇത് നമ്മുടെ ഫിൻഡാസ് റൂട്ട് അല്ലേ? ആ റോഡല്ലേ നമ്മൾ കയറുന്ന റോഡല്ലേ? അതന്നെ നമ്മള് മറ്റേ 30 കയറി വരുന്ന റോഡ്. ആ നമ്മൾ അവിടെ പോകുന്നില്ല. പിന്നെ നമ്മൾ അവിടെ 40 അതിന് 40 ഓക്കെ. ഐ ഗോട്ട് ഇറ്റ്. ഇങ്ങനെ വന്നപ്പോൾ ഇതേ കുറച്ച് വെള്ളം കിടക്കുന്നു കേട്ടോ. ഇതെങ്ങനെയാ വെള്ളം അത്രയും കിടക്കുന്നത് കാണത്തില്ല. സോറി ഗൈസ്. അതിനകത്തൊരു ലേക്ക് പോലെ ഉണ്ടായിരുന്നു. സോറി കിട്ടിയില്ല. ഇതെന്തോ വെള്ളം കെട്ടി നിർത്തുന്ന. എനിക്ക് നല്ല മീൻ വെള്ളം വളർത്താനായിരിക്കും. അല്ലെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരിക്കും അല്ലേ? വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഞങ്ങൾ വന്ന വഴിക്ക് ഒരു സാധനം കണ്ടു. എനിക്കൊന്ന് വാട്ടർ ടാങ്ക് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. റഡാറോ അതോ അറിയില്ല എന്താ. നമ്മുടെ പുള്ളിക്കാരോട് ചോദിച്ചോ. നമ്മളങ്ങനെ സിറ്റി എത്തി കേട്ടോ. സിറ്റി ഗൈസ്. സിറ്റി വന്നു. മണലാരണ്യ പറഞ്ഞു. ആ സൈഡ് മൊത്തം വീടുകളാണ്. നമ്മളങ്ങനെ ലാസ്റ്റിൽ നമ്മുടെ സിറ്റിയിലേക്ക് അടുത്തു. സിറ്റി നമ്മുടെ മൊത്തം വീടുകളും ടൗണിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ വന്നു. ഞങ്ങൾ നേരിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. വർക്ക്ഷോപ്പിൽ ചെന്നത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ അഹമ്മദി റോഡിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. 40 നമ്പർ റോഡ്. 40 നമ്പർ 40. അങ്ങനെ നമ്മുടെ സിറ്റിക്കുള്ളിലുള്ള ഹൈവേയിലേക്ക് ഇറങ്ങി. നല്ല തിരക്കാണ്. ഇത് അദാൻ ഹോസ്പിറ്റലാണ്. നമ്മുടെ അദാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇത് മിനിസ്ട്രി ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഇത് മറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻ പുതിയ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടാണ് മൊത്തം ഹോസ്പിറ്റലിൻ്റെ സൈഡ് വരുന്നത്. നമ്മളങ്ങനെ അദാൻ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി. വെയിലിനൊരു കുറവില്ല ഗൈസ്. സമയം 3 മണിയായി. സൂര്യൻ നമ്മുടെ മണ്ടക്കോട്ടടിക്കുന്നത് കണ്ട. ഒരു രക്ഷയില്ല.
പനയാണ്, പന, ഈന്തപ്പന. ആ വണ്ടിക്കാരനെ വെട്ടിച്ചത് കണ്ടോ? ആ പോലീസ് വന്നോണ്ടേ, ഒരു പോലീസ് ആംബുലൻസ് ആണത്, ഫാസ്റ്റ് അത്. ഇവിടെ നല്ല രസമുണ്ടോ. ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ മൊത്തം ഈ നമ്മുടെ ഈ മരം നട്ടു വെച്ചിട്ടുണ്ട്. പുതിയ മരം, നമ്മുടെ മരുഭൂമിയിൽ മാത്രം വളരുന്ന മനോഹരമായ മരം. ഈ വൃക്ഷത്തിന്റെ പേരെന്താ അറിയാം? ഇവിടെ ഇതിന്റെ പേരെന്താ? പനയല്ല, പന ഇടയ്ക്കേ ഉള്ളൂ. പന കണ്ട് ഇവിടെ നടുക്ക് നിൽക്കുന്നു, ഫ്രണ്ട് നിൽക്കുന്നു, അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു മരം. ഇത് ചിലരെനിക്കൊന്ന് നാട്ടിലൊക്കെ കൊണ്ട് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നാട്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. നമുക്ക് ആമതിലോട്ടല്ലേ പോണ്ടേ, അപ്പോൾ ഇത് കാരണം അല്ലേ. നമ്മളിനി അങ്ങോട്ട് പോകാൻ പോകുന്നത് KNBC ഏരിയയിലോട്ടാണ്. അഹമ്മദി റൈറ്റ്, ബാഹിർ നേരെ. നമ്മൾ അഹമ്മദിയിലോട്ട് ടേൺ ചെയ്യുവാണ്. ഗൈസ്, അങ്ങ് ദൂരെ കാണുന്നതാണ് KNPCയുടെ ഓഫീസ് കേട്ടോ. KNPCയുടെ എന്തോ ഒരു ഓഫീസാണിത്. കണ്ടോ, നമുക്ക് വെയിലടിക്കുന്നതുകൊണ്ട് കാണത്തില്ല. ഇനി അങ്ങോട്ട് നല്ല രസം കേട്ടോ. റോഡ് മനസ്സ് കുറച്ചേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ KNPCയുടെ എന്തോ ഒരു ഓഫീസ്, ഹെഡ് ഓഫീസാണ്. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ. ഇതാണ്, ഇതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെയാണ് കേട്ടോ പെട്രോളം കുഴിച്ചെടുക്കുന്നത്. വെൽക്കം ഓയിൽ കമ്പനി, കുവൈറ്റ് ഓയിൽ കമ്പനി ഹെഡ് ഓഫീസാണ്. KNPC ഹെഡ് ഓഫീസാണത്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ പണ്ടൊക്കെ 2 വാട്ടർ ടവർ ഉണ്ട് ഈ സൈഡിൽ. ഇതൊക്കെയോ പണിഞ്ഞോണ്ടിരിക്കണം. നമുക്കിവിടെ നിന്ന് റൈറ്റ് അല്ലേ, ലെഫ്റ്റ്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ, അപ്പുറത്ത് അഹമ്മദി ഹോസ്പിറ്റലുണ്ട് കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് പോകുന്നത് അഹമ്മദി ഹോസ്പിറ്റലാണ്. അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ, അഹമ്മദി ഹോസ്പിറ്റലാണ് ദൂരെ കാണുന്നത്. ഇവിടെ എല്ലാം ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബിൽഡിങ്ങും പരിപാടികളൊക്കെയാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഏരിയയിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്, അവിടെ നമ്മൾ സാറിന് കാണിക്കാറ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫാൻ്റെ മോട്ടർ ശരിയാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് പോവാം. ഈ ലെഫ്റ്റ്. ഇത് നേരത്തെ ഇറങ്ങിയ പാട്ടല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലെത്തി കേട്ടോ. വർക്ക്ഷോപ്പിൽ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോയി നോക്കാം, ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് ഇത് ഊരി കേട്ടോ. ഇതാണ് പ്രശ്നം. ഇതിങ്ങനെ ഭയങ്കര അടിയായിരുന്നു. 222 അടി ഈ ഫുൾ സെറ്റ് സാധനം തരുന്നതിന് ഷോറൂമില്. അതായത് നമ്മുടെ വണ്ടി അത്യാവശ്യം പണിഞ്ഞൊരു പരുവാക്കി, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ചത്തു ഗൈസ്, രാവിലെ ഇറങ്ങിയതാണ്, ക്ഷീണിച്ചു. ഇവിടെ നിന്ന് ഇറക്കിയിട്ട് വേണം വീട്ടിൽ ചെല്ലാൻ. ഗൈസ്, അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് യാത്രയായി. ഗൈസ്, ഈവനിങ് 5:30 മണിയായി. 6:30 മണിയായി. ഞങ്ങൾ ഇപ്പോഴാണ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മുടെ
സാമൂഹമായിട്ടുള്ള നമ്മുടെ സൽമി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ അവസാനം ഞങ്ങളുടെ വീട് അടുക്കാറായി. സാമേ ഒരു ബൈ ബൈ പറഞ്ഞേ. സാമിൻ്റെ കൂടെയുള്ള ഒരു ദിവസം, സാമിൻ്റെ ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ആയിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. സാധനമൊക്കെ മേടിച്ചു, സെറ്റ് ചെയ്തു, കൈയോടെ പരിപാടി ചെയ്തു, തീർത്തു. അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങൾ അറിയിക്കാം. ഓക്കെ, ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു, ഇടയ്ക്ക് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ബൈ ബൈ, സീ യു അഗൈൻ, ബൈ ബൈ.